നേരത്തെ റവന്യൂ മന്ത്രി സൂചിപ്പിച്ച വാക്കുകൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ആവർത്തിക്കുന്നത്. കേരളത്തിന് പ്രത്യേക പരിഗണന വേണം. ദേശീയ ദുരന്തം എന്ന പരിഗണനയല്ല, അതിനുമപ്പുറം ഒരു തീവ്ര ദുരന്തമായി പരിഗണിച്ചുകൊണ്ടുള്ള സഹായം എന്ന ആവശ്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാവരും ഉന്നയിക്കുന്നത്. വയനാടിനെ കൈപിടിച്ചുയർത്താൻ കേരളത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് ന്യൂസ് 18നോട് പറയുന്നു. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമായി കണ്ട് പ്രധാനമന്ത്രി പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. അതിജീവനത്തിന്റെ കൈത്താങ്ങായി മാറുന്നതിൽ കേന്ദ്രത്തിന് നിർണായക പങ്കുവഹിക്കാനാവും. നാളെ ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമുക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്. ഈ ദുരന്തം നടന്ന ദിവസം മുതൽ ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ് മന്ത്രിതല സംഘം ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിനമാണെന്ന് നമുക്ക് കരുതാം. കാരണം പ്രധാനമന്ത്രി നേരിട്ട് ഇവിടേക്ക് എത്തുകയാണ്. മിനിസ്റ്റർ കുറേ ദിവസമായി നമ്മളൊക്കെ ഈ ദുരന്ത ഭൂമിയിലുണ്ട്. ഇന്നൊരു കുറച്ചുകൂടെ ഒരു പ്രത്യാശയുള്ളൊരു ദിവസമല്ലേ? കാരണം അപകടം നടന്നു, ഇനി ആളുകളുടെ പുനരധിവാസം, അവരുടെ ജീവിതമൊക്കെ ലക്ഷ്യം വെക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ എങ്ങനെ കാണും? വളരെ സുപ്രധാനമായൊരു ദിനമാണ്. ലോകമാകെ ഉറ്റുനോക്കുന്ന ഒരു ദിനം. കാരണം നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, വീടുകൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു, സ്കൂളുകൾ തകർന്നു, റോഡുകൾ തകർന്നു, പാലങ്ങൾ തകർന്നു, കൃഷിനാശം സംഭവിച്ചു, ടൂറിസത്തിന്റെ അനന്ത സാധ്യതയുള്ള പ്രദേശത്ത് വലിയ തകർച്ച വന്നു, വരുമാനമാർഗം ഈ പ്രദേശത്താകെ ഇല്ലാതായി, ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി. ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ രാജ്യത്ത് സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലുതാണ്. എല്ലാ നിലയിലും ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണ്. അതിതീവ്ര ദുരന്തമായി ഇതിനെ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര സംഘം വന്നു, ഞങ്ങളുമായി ചർച്ച ചെയ്തിരുന്നു. അതിതീവ്ര ദുരന്തമായി തന്നെ അവരതിനെ കാണുന്നുണ്ട്. അവരുടെ ചർച്ചകളിൽ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം വളരെ നിർണായകമാണ്. പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ലോകമാകെ പ്രതീക്ഷിക്കുന്നത് പോലുള്ള ഒരു പ്രഖ്യാപനം, ഒരു സ്പെഷ്യൽ പാക്കേജ് ഉൾപ്പെടെ നടത്തും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. നമ്മളൊരു തുക പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഇത്ര രൂപ അങ്ങനെ ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ തുകയല്ല ഇതിൽ പ്രധാനം. ഇതിൽ നമുക്ക് അതിജീവനത്തിന്റെ കൈത്താങ്ങായി മാറുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. ആ നിലയിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കും എന്ന് പ്രത്യാശ പൊതുവെ എല്ലാവരും പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് 11,500 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. അതുപോലെ ഒരു പാക്കേജ് അതിതീവ്ര ദുരന്തമായി കണ്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ പൊതുവെ കരുതുകയാണ്. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. അദ്ദേഹം താങ്കളുമായൊക്കെ ആശയവിനിമയം നടത്തി ഈ ദുരന്തബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൂടി കാര്യങ്ങൾ ധരിപ്പിച്ചു. അതെ, അദ്ദേഹം വന്നെന്ന് രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. രാത്രി പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയെ ഇതൊക്കെ ധരിപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യവും ബോധ്യമായതാണ്. അതിനു മുമ്പ് ശ്രീ ജോർജ് കുര്യനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ അദ്ദേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംഘം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ ഇതിന്റെ ഒരു ഗൌരവം മനസ്സിലാക്കിയിട്ടാണ് നേരിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ നിലയിലുമുള്ള ഒരു കൈത്താങ്ങായി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ മാറുമെന്ന് നമ്മളൊക്കെ ഉറച്ചു വിശ്വസിക്കുകയാണ്. തെരച്ചിലിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്? ഇന്നിപ്പോ തെരച്ചിൽ നടക്കുന്നില്ല, അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ സന്ദർശനമുള്ളതുകൊണ്ട് ചില പരിമിതികളുണ്ട്. എന്നാൽ ആ സംവിധാനങ്ങൾ അതേപോലെ തുടർന്നു പോകും. നാളെ ജനകീയ തെരച്ചിലാണ്, കൂടുതൽ ശക്തമായി നടത്തുകയാണ്. ക്യാമ്പിൽ ഉള്ളവർ, അവിടെ നേരിട്ട് വരാൻ മനക്കരുത്തുള്ള, സ്വയം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടെ വീട്, അവരുടെ നാട് ഒക്കെ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി ഇനി അതിജീവനമായി മുന്നോട്ട് പോകുമ്പോൾ തെരച്ചിലിനെ കുറിച്ച് അവർക്ക് അവരുടേതായ നിർദ്ദേശങ്ങളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ കേൾക്കാൻ, ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് അവർക്ക് കൂടി തെരച്ചിലിൽ ഒരു റോള് നൽകിക്കൊണ്ട് ഇടപെടാൻ തീരുമാനിച്ചത്. അതാണ് ജനകീയ തെരച്ചിൽ. ആ ജനകീയ തെരച്ചിലിൽ ജനപ്രതിനിധികളുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്. അവിടെ വരാൻ മനസ്സുകൊണ്ട് സാധ്യമാകുന്ന മനക്കരുത്തുള്ള ആളുകളെ കൂടി കൊണ്ടുപോയിട്ടാണ് തെരച്ചിൽ നടത്താൻ. പക്ഷെ നമുക്ക് പോലും അവിടെ എങ്ങും പോയി നിൽക്കാൻ ഒരു മാനസികമായ ബുദ്ധിമുട്ടാണ് ആദ്യ ദിവസം മുതൽ. ഇത്തരം ആളുകളെ കൊണ്ടുപോകുമ്പോഴുണ്ടാവും ഒരു വലിയ പ്രയാസമാണ്. അപ്പൊ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ പല കഥകളും നമ്മൾ കേട്ടു. മനോഹരമായ ഒരു നാട്, ജനങ്ങളുടെ ഐക്യം,
അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ കരച്ചിലും പ്രായമായവർ ഒത്തുകൂടുന്ന സ്ഥലം കാണുന്നു, അവിടെ എല്ലാവരും ഒത്തുകൂടുന്ന ചായപ്പീടിയ കാണുന്നു. നമുക്ക് തന്നെ ഒറ്റയ്ക്കാവുമ്പോൾ വല്ലാത്ത മനസ്സിന് അവിടെ നിന്നൊരു പൊട്ടലാണ്. ഞാൻ അവിടെ നിന്നല്ല, പുറത്ത് വന്ന് രാത്രി ഉറങ്ങാൻ നേരത്തൊക്കെ നമുക്കിത് വല്ലാത്തൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യന് മണ്ണ് പ്രധാനമാണ്. മണ്ണിൽ നിന്നും വിട്ടുപോയി തിരിച്ചവിടെ വരുമ്പോൾ ആ മണ്ണും ആ പ്രദേശവും മാറുന്നു എന്നവർ കാണുമ്പോൾ അവരിൽ പലർക്കും ക്യാമ്പിൽ വെച്ച് പറഞ്ഞതുപോലെ ഒരു മനക്കരുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൂടി നോക്കിയിട്ടായിരിക്കും ആളുകളെ ഇവിടെ കൊണ്ടുവരിക. എന്തായാലും ജനകീയ തെരച്ചിൽ സമൂഹം ആവശ്യപ്പെട്ടതാണ്, അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കുകയാണ്. മറ്റു കാര്യങ്ങൾ മിനിസ്റ്റർ, ഈ വലിയ സംസ്ഥാനങ്ങൾക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൂടുതലുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 2000 കോടിയിലധികം കിട്ടുമ്പോൾ 241 കോടിയും മറ്റാണ് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രകൃതി ദുരന്തങ്ങൾ നിരന്തരം നേരിട്ടുണ്ട്. ഇത്തരം ഈ വിഹിതത്തിലേക്ക് ഒരു വർധന എന്ന ആവശ്യം തീർച്ചയായിട്ടും വിഹിതത്തിൽ വർധനമുണ്ടാവണം. കഴിഞ്ഞ വർഷവും നമുക്ക് 200 ചില്ലാൻ കോടിയാണ് കിട്ടിയത്. അതിന് മുമ്പത്തെ വർഷവും അങ്ങനെയാണ്, അതിന് മുമ്പത്തെ വർഷവും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 സംസ്ഥാനങ്ങൾക്ക് 11,500 കോടിയാണ് കൊടുത്തത്. അത് ഏറെക്കുറെ നോക്കിയാൽ തന്നെ ഒരു സംസ്ഥാനത്തിന് ശരാശരി എത്രയെന്ന് നമുക്ക് കാണാം. അപ്പോൾ നല്ലൊരു നമ്പർ നമുക്ക് സ്പെഷ്യൽ പാക്കേജിന്റെ ഭാഗമായി ഫണ്ട് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. സ്ഥിരമായ ഒരു വർധനവും കൂടെ ആവശ്യം. അതെ, അത് ലഭിക്കും. കാരണം കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി, ഇവിടുത്തെ ഒരു ചില പ്രത്യേകതകൾ, നമ്മൾ നേരിടുന്ന ചില അപകടകരമായ സ്ഥിതികൾ, ഇതൊക്കെ കണക്കാക്കി അത്തരം ഒരു നിലപാട് വരുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും കേരളത്തിന് ഇത്തരത്തിൽ ദുരന്ത നിവാരണത്തിന് അല്ലെങ്കിൽ ദുരിതങ്ങൾ നേരിടാൻ ഉള്ളൊരു കൈത്താങ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇന്ന് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന ദിനം തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.